തൂലിക ചലിപ്പിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഭാഷ പലതായിരുന്നാലും ഒരേ ഒരു വികാരത്തോടെ എല്ലാവരും മനസ്സിൽ ചേർത്തെഴുതുന്ന ഒരേ ഒരു വാക്കാണ് അമ്മ. ഞാനൊരമ്മയാണ്. അതെ, മുലയൂട്ടുക എന്നത് ഒരമ്മയുടെ നിശബ്ദമായ വീരഗാഥയാണ്. എല്ലാ ക്ഷീണത്തിലും സ്നേഹത്തിലും സൗമ്യതയിലും മുടങ്ങാതെ അവൾ കുഞ്ഞിന് മുന്നിലെത്തുന്നു. കുഞ്ഞിനെ മുലയൂട്ടുക എന്നതിൻ്റെ പോഷകാഹാരപരമായ കാര്യത്തെക്കുറിച്ച് അറിവുള്ളവരാവുക എന്നത് എത്രത്തോളം ആവശ്യകതയുള്ളതാണ്. വായിച്ചറിഞ്ഞതിലും കേട്ടതിലുമുപരി മറ്റൊരു വശം കൂടിയുണ്ട്. ഒരു പുസ്തകവും നിങ്ങൾ ഒരുക്കാത്ത മറ്റൊരു വശം, പുസ്തകത്തിൻ്റെ നടുവിൽ എത്തുന്നത് വരെ എത്താത്തൊരു വശം, സ്വയം അനുഭവിക്കുന്നത് വരെ നിങ്ങൾ തയ്യാറാവാത്ത കഴിയാത്ത മറ്റൊരു വശം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതിലോലമായതും അതേസമയം ഭയപ്പെടുത്തുന്നതുമായിരുന്നു. ഒരു വലിയ അത്ഭുതത്തിൽ പൊതിഞ്ഞ മറ്റൊരു വലിയ ചോദ്യചിഹ്നം. ഒരു നേരിയ മയക്കത്തോടെയായിരുന്ന എൻ്റെ മുന്നിലേക്ക് എൻ്റെ പൊന്നോമനയെ വെച്ച് നീട്ടുമ്പോഴും പ്രസവം എന്ന അത്ഭുതത്തിൻ്റെ വിജയ നങ്കൂരമിട്ട് ശരീരം വിറക്കുകയായിരുന്നു. ആദ്യ തവണ ഭൂമിയിലെ മാലാഖയും, രണ്ടാം തവണ അമ്മയും, മൂന്നാം തവണ അമ്മായിയമ്മയും എന്നെ സഹായിച്ചു. എന്നിട്ടും എനിക്കെങ്ങനെയാണെന്നറിയില്ലായിരുന്നു ഈ കുഞ്ഞുമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യചിഹ്നത്തിന് മുന്നിൽ പകച്ചു നിന്ന നിമിഷം. എൻ്റെ കുഞ്ഞിനെ ആദ്യമായി എൻ്റെ നെഞ്ചിൽ പാലൂട്ടാൻ വെച്ച ആ നിമിഷത്തിനായി ഒന്നും തന്നെ എന്നെ ഒരുക്കിയിരുന്നില്ല. ആദ്യത്തെ കുറച്ചു ദിവസം മങ്ങലായിരുന്നു. എന്നാൽ എൻ്റെ ശരീരം തുള്ളി തുള്ളിയായി ഉൽപ്പാദിപ്പിച്ചത് അളവില്ലാത്ത മൂല്യമുള്ളതിനെയായിരുന്നു. മറുവശത്ത് മറ്റൊരു യുദ്ധം കൂടി ചെയ്യേണ്ടി വന്നു. മാതാവെന്ന നിലയിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ആദ്യമായി പൊരുതേണ്ടി വന്ന ദിനം. എൻ്റെ ചുറ്റിലുമുള്ളവർ കുഞ്ഞിൻ്റെ കരച്ചിൽ വിശപ്പിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. വറ്റിവരണ്ട എൻ്റെ മാറിടവും കുഞ്ഞിൻ്റെ കരച്ചിലും ഫോർമുല എന്ന നാമം ഞങ്ങൾക്കിടയിൽ പോർക്കളമായി വന്നു. ഫോർമുല വേണ്ട എന്ന് പറയുന്നത് പോലും എഴുതപ്പെടാത്ത നിയമം തെറ്റിക്കുന്നത് പോലെ തോന്നി. എന്നിരുന്നാലും ഞാൻ പാലൂട്ടി. ശരീരത്തിൽ വരിഞ്ഞു മുറുകിയ വേദനകൾക്കിടയിലും പലതരം വാക്കുകൾക്കിടയിലൂടെയും പാൽ ലഭ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കിടയിലൂടെയും എൻ്റെ പൊന്നോമനയുടെ അലറിക്കലച്ചറിൻ്റെ മൂർച്ചയേറിയ വരമ്പുകൾ ഹൃദയത്തെ തൊട്ട് വരിഞ്ഞു മുറുക്കുമ്പോഴും അവനെ മാറോട് ചേർത്ത് ഞാൻ പാലൂട്ടി. എനിക്ക് എല്ലാവർക്കുമുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനു മാത്രം പ്രാപ്തയാണെന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഞാൻ എത്തിച്ചേർന്നു. ഓരോ തവണയിലെയും പാരിച്ചുരത്തലിൽ എവിടെയോ ഞാനായിത്തീർന്ന പെൺകുട്ടിയെ ഞാനായിരുന്ന അമ്മയിലേക്ക് നെയ്യുന്ന അദൃശ്യമായ ഒരു നൂൽ കൊടുത്തു. ഒരിക്കൽ ഇഞ്ചക്ഷൻ കാണുമ്പോൾ പേടിച്ചോടിയിരുന്ന ഒരുത്തി ും പ്രാപിച്ചു വരുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ക്ഷേമത്തിനായി ശക്തമായി പോരാടി. മറുവശം എൻ്റെ കുഞ്ഞ് അവൻ്റെ പുതിയ ലോകം പഠിക്കുമായിരുന്നു. കുറച്ച് ദിവസത്തിനിപ്പുറം എൻ്റെ വേദനയും അവൻ്റെ കരച്ചിലും കുറഞ്ഞു. ഒപ്പം എൻ്റെ ശരീരം മറ്റൊരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അവന് വേണ്ടി മാത്രം ജീവനുള്ള ശ്വാസമെടുക്കുന്ന സമ്മാനം, പാൽ, പോഷണം, ആശ്വാസം. ആർക്കും പകർത്താൻ കഴിയാത്ത ഒരു ബന്ധം. അത് ശക്തിയും വേദനയുമാണ്, ധൈര്യവും കീഴടക്കലുമാണ്, ശാസ്ത്രവും ആത്മാവുമാണ്. തമ്മിലുള്ള ബന്ധം അവർക്ക് മാത്രമുള്ള എണ്ണമറ്റാത്ത സ്നേഹഭാഷകളെ ഉൾക്കൊള്ളിക്കുന്നു. പ്രസവിക്കാൻ ശരീരം തയ്യാറായിട്ടുണ്ടെങ്കിൽ പാലൂട്ടാനും ശരീരം തയ്യാറാവും. ചുറ്റിലുള്ളവർ ഞങ്ങൾ അമ്മമാർക്ക് തരിക.